പരാജയം നിങ്ങളെ സങ്കടത്തിലാക്കിയിരിക്കുകയാണോ? എങ്ങനെ അതിനെ അതിജീവിക്കാമെന്ന് നമുക്ക് നോക്കാം. SSLC മുതൽ പല പരീക്ഷകളുടെയും മത്സര പരീക്ഷകളുടെയും റിസൾട്ട് വന്നിരിക്കുന്ന ഈ വേളയിൽ പത്രമാധ്യമങ്ങളിലൂടെ വളരെ ദുഃഖകരമായ വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. പരാജയ ഭീതി മൂലം ആത്മഹത്യ ചെയ്തവരും പരാജയപ്പെട്ടിട്ട് ആത്മഹത്യ ചെയ്തവരും ഒക്കെയായിട്ടുള്ള വളരെ ദുഃഖകരമായ വാർത്ത. എന്താണ് നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് സംഭവിക്കുന്നത്? വേണ്ടത്ര മാനസിക ആരോഗ്യമില്ല എന്നുള്ളത് തന്നെയാണ്. പരാജയത്തെ എങ്ങനെ മറികടക്കാം എന്നതാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി വേണ്ടത് നമ്മുടെ പരാജയത്തെ നമ്മൾ തന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ്. എൻ്റെ തോൽവിക്ക് കാരണം വേണ്ടത്ര എഫേർട്ട് ഞാൻ എടുക്കാതിരുന്നത് കൊണ്ടോ, പഠനരീതി ശരിയല്ലാതിരുന്നത് കൊണ്ടോ, പരീക്ഷാ പേടി കൊണ്ടോ, മറ്റ് നെഗറ്റീവായ പല സാഹചര്യങ്ങൾ കൊണ്ടോ, മൊബൈലിൻ്റെ അമിത ഉപയോഗം കൊണ്ടോ എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാവാം പരീക്ഷയ്ക്ക് നമ്മൾ വിചാരിച്ച പോലെയുള്ള വിജയം കൈവരിക്കാൻ സാധിക്കാതെ പോയതെന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തണം. രണ്ടാമതായി, പുതിയ പഠനരീതി ഉണ്ടാക്കാൻ തയ്യാറാവുക. തോൽവി വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. പരാജയം ചില പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള അവസരവുമാണെന്ന് മനസ്സിലാക്കി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുവാൻ തയ്യാറാവുക. മൂന്നാമതായി, ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കുക. വ്യക്തവും സുദൃഢവുമായ ഒരു ലക്ഷ്യബോധം. അതിനായി കഠിന പ്രയത്നം ചെയ്യാനുള്ള ഉറച്ച തീരുമാനവും ഉണ്ടാക്കുക. നാലാമതായി, ഒരു പുതിയ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക. എങ്ങനെ ഞാൻ പഠിക്കണം, ഏത് രീതിയിലാണ് ഞാൻ എന്നെ ക്രമപ്പെടുത്തേണ്ടത്, ചിട്ടപ്പെടുത്തേണ്ടതെന്ന് മനസ്സിലാക്കിയ രീതിയിൽ ഒരു അധ്യയന വർഷത്തേക്ക് നമ്മൾ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോയാൽ തീർച്ചയായും വിജയം നമ്മളുടെ കൂടെ തന്നെയുണ്ട്. ആത്മവിശ്വാസം വളർത്തുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. വിജയം എൻ്റെ അടുത്ത് തന്നെയുണ്ട്, ഞാൻ എൻ്റെ പരിശ്രമത്തിൻ്റെ കുറവ് കൊണ്ട് മാത്രമാണ് ഞാൻ പരാജയപ്പെട്ടതെന്നുള്ളത് അംഗീകരിക്കുകയും ആത്മധൈര്യം വീണ്ടെടുക്കുകയും ആത്മവിശ്വാസം വീണ്ടെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ പരാജയത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം. അടുത്തതായി, നെഗറ്റീവായ ചിന്തകൾ മനസ്സിൽ നിന്നും മാറ്റിക്കളയുക. ജീവിതത്തിൻ്റെ അർത്ഥശൂന്യത, നിരാശാബോധം, ആത്മഹത്യാ ചിന്ത എന്നിവ പാടെ ഒഴിവാക്കുക. യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് മനസ്സിൻ്റെ ഏകാഗ്രത കൈവരിക്കുന്നതിനും മനഃശക്തി കൂട്ടുന്നതിനും സഹായിക്കും. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും പോസിറ്റീവായിരിക്കുക. പരീക്ഷയിലെ തോൽവി നിങ്ങളുടെ കഴിവുകളെ നിർണ്ണയിക്കുന്ന കാര്യമല്ല. എത്രയോ നല്ല ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് തിരിച്ചറിയുക തന്നെ വേണം. അതിനായി ഒരു നോട്ട്ബുക്ക് തയ്യാറാക്കി അതിൽ നിങ്ങളുടെ നല്ല വശങ്ങൾ എഴുതി വെച്ച് കൂടുതൽ ആത്മവിശ്വാസം വളർത്താനായി പരിശ്രമിക്കുക. ഇതാണ് എല്ലാത്തിനും ഉപരി ചെയ്യേണ്ട കാര്യം. നിങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. മനസ്സിൻ്റെ ടെൻഷൻ ശരീരത്തെ ബാധിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ ഒക്കെ ഉണ്ടായേക്കാം. ആയതിനാൽ നന്നായി ഭക്ഷണം കഴിക്കുക, വിശ്രമിക്കുക, നിങ്ങളെ മനസ്സിലാക്കുന്നവരുമായി സമയം ചെലവഴിക്കുക. കുറ്റബോധം എന്നുള്ളത് വേണ്ടേ വേണ്ട. ഉറച്ച തീരുമാനം, നിശ്ചയദാർഢ്യം, ആത്മാർത്ഥ പരിശ്രമം നിങ്ങളെ വിജയത്തിലെത്തിക്കുക തന്നെ ചെയ്യും. ഇത് പരാജയപ്പെടുന്നവരുടെയും കൂടെ ലോകമാണ്. പരാജയം ഒന്നിൻ്റെയും അവസാനമോ വിജയം ഒന്നിൻ്റെയും ആരംഭമോ അല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാവണം. തോൽവി വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഒരാളുടെ പരീക്ഷയിലോ മത്സര പരീക്ഷയിലോ ഉള്ള വിജയവും തോൽവിയും അയാളുടെ കഴിവുകളെ നിർണ്ണയിക്കുന്ന ഒന്നല്ല. ഒട്ടനവധി കഴിവുകൾ നമ്മൾക്കെല്ലാവർക്കുമുണ്ട്. അതിൽ അഭിമാനിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരാൾ ഒരു പരീക്ഷയിൽ തോറ്റു എന്നുള്ളത് കൊണ്ട് അർത്ഥശൂന്യമായി ജീവിതം എന്ന് വിചാരിക്കുന്നത് തന്നെ തെറ്റായ കാര്യമാണ്. പലവട്ടമുള്ള വീഴ്ചയിലൂടെ തന്നെയാണ് നമ്മൾ നടക്കാൻ പഠിച്ചതും വായിക്കാൻ പഠിച്ചതും എഴുതാൻ പഠിച്ചതും ഒക്കെ. അതുകൊണ്ട് തോൽവി എന്ന് പറയുന്നത് നമ്മൾ ചില പാഠങ്ങൾ പഠിക്കാനുള്ള അവസരം കൂടിയാണ്, നമ്മളെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. മറ്റുള്ളവരുടെ എന്ത് ചിന്തിക്കും, ഞാൻ തോറ്റുപോയല്ലോ, എൻ്റെ മാതാപിതാക്കൾക്ക് വിഷമമാവും, അല്ലെ സമൂഹം എന്ത് ചിന്തിക്കും എന്നുള്ളത് ഒരിക്കലും നമ്മൾ കരുതേണ്ട കാര്യമില്ല. നമ്മൾ എന്താവണമോ അത് നമ്മൾ ആയി തീരാനായിട്ട് നമുക്ക് ഇനിയും മുന്നിൽ സമയങ്ങളുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലുത്. സമൂഹത്തിൻ്റെ മുഴുവനും മൂടിക്കെട്ടി നമുക്ക് ജീവിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്നത് എന്തും പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ ചിലപ്പോൾ എത്താനായിട്ട് കുറച്ച് വൈകിയാലും ഞാൻ അതിലെത്തിച്ചേരുക തന്നെ ചെയ്യുമെന്നുള്ള നിശ്ചയദാർഢ്യമാണ് എല്ലാവർക്കും വേണ്ടത്. ആത്മഹത്യയോ നിരാശാബോധമോ
തന്നെ തന്നെ ശപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിരർത്ഥമാണ്. അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ടെൻഷൻ കൂട്ടാനും നമ്മളെ തന്നെ ഇല്ലായ്മ ചെയ്യാനുമുള്ള കാരണമാവുകയുള്ളൂ. നമ്മൾക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ ജനങ്ങളോടും കാണിക്കുന്ന ഏറ്റവും വലിയ നീചമായ പ്രവൃത്തിയായിരിക്കും ആത്മഹത്യ എന്നുള്ള ചിന്ത തന്നെ. അതുകൊണ്ട് അവരെ നമ്മൾ കൂടുതൽ വിഷമിപ്പിക്കാതെ ഞാൻ ഇനി അടുത്ത പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഇനിയുമുണ്ട് ചാൻസുകൾ എന്നുള്ള അവരിലേക്കും കൂടെ പകർന്നു കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഇനി എന്തെല്ലാം രീതിയിൽ ഞാൻ എൻ്റെ പഠന രീതിയെ മാറ്റിയെടുക്കണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. ഒരു ഡിപ്രഷൻ്റെയും ആവശ്യമില്ല. നമ്മളുടെ തോമസ് ആൽവ എഡിസൺ പറയുന്നുണ്ട്, അദ്ദേഹം 1000 വട്ടമെങ്കിലും തോൽക്കാൻ വേണ്ടി നമ്മൾ ശരിയാവാതെ വീണ്ടും വീണ്ടുമാണ് ചെയ്തു നോക്കി അതിൽ വിജയം കൈവരിച്ചത്. അങ്ങനെ നമുക്ക് എത്രയോ മഹാരഥന്മാർ നമ്മുടെ വഴിയുടെ മുന്നിലൂടെ നടന്നു പോയിട്ടുണ്ട്. അവരെല്ലാം തോൽവിയുടെ കൈ പറഞ്ഞിട്ട് തന്നെയാണ് വിജയപാതയിലേക്ക് എത്തിയിട്ടുള്ളത്. എക്സാമിൻ്റെ ആ മൊമെൻറ്റിൽ എനിക്ക് അത് ശരിയാവണ്ണം പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ചിലപ്പോൾ നമ്മൾ മൊബൈൽ അഡിക്ഷൻ ആയിരിക്കാം. എന്താണ് ഇതിന് കാരണമെന്നുള്ളത് ചെകഞ്ഞ് കണ്ടുപിടിച്ച് അതിനെയൊക്കെ ഒഴിവാക്കി ഒരു പുതിയ സ്ട്രാറ്റജി കണ്ടെത്തി, ഒരു പുതിയ പഠന രീതി കണ്ടെത്തി. ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവില്ലാത്ത ഞാൻ 10 പ്രാവശ്യം ചിലപ്പോൾ വായിക്കേണ്ടതായിട്ട് വരും, 10 പ്രാവശ്യം ഞാൻ എഴുതി പഠിക്കേണ്ടതായിട്ട് വരും. ഈ രീതിയിലേക്ക് നമ്മളുടെ പഠനത്തെ ക്രമപ്പെടുത്തി ഒരു പുതിയ ഗോൾ സെറ്റ് ചെയ്തു വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ഒരിക്കലും ഡിപ്രഷനോ അല്ലെങ്കിൽ ആത്മഹത്യയോ ഒന്നും വിചാരിച്ച് നമ്മളെ തന്നെ ഇല്ലാതാക്കി സങ്കടപ്പെട്ട് ഭക്ഷണം കഴിക്കാതെ ഒന്നും ഇരുന്നിട്ട് കാര്യമില്ല. ഈ ഒരാഴ്ച നേരത്തേക്ക് മാത്രമുള്ള ടെൻഷൻ മാത്രമാണിത്. ഈ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ ഒരാഴ്ച മാത്രം നീണ്ടു നിന്ന്, ചിലപ്പോൾ 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ടെൻഷനായിരിക്കും. അത് കഴിയുമ്പം ഈ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ചെയ്യേണ്ടത് നിങ്ങൾ തോറ്റു എന്ന് അല്ലെങ്കിൽ നമ്മളുടെ പരാജയം നമ്മൾ സമ്മതിച്ചുകൊണ്ട് പുസ്തകം മടക്കി വയ്ക്കുക. നമുക്ക് ഇഷ്ടമുള്ള വിനോദങ്ങളിൽ നമ്മൾ ഏർപ്പെടുക, നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുക. നമ്മുടെ സങ്കടം ചിലപ്പം നമ്മുടെ പേരൻസിനോടോ നമ്മുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നമുക്കൊരു കൗൺസിലറിനെ കണ്ടെത്തിയോ നമുക്ക് അതിയായ ടെൻഷനും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കുകയാണെങ്കിൽ കുറേയൊക്കെ അതിൽ നിന്ന് വിമുക്തി നേടാനായിട്ട് സാധിക്കും. അതുകൂടാതെ നമ്മൾ നല്ലൊരു സിനിമ കാണാം, നല്ല പുസ്തകം വായിക്കാം, മോട്ടിവേഷൻ തരുന്ന ചില വാക്കുകൾ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. ഇങ്ങനെ നമ്മളെ തന്നെ മാറ്റിയെടുക്കാൻ, നമ്മളെ തന്നെ സ്വാന്തനിപ്പിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ പിന്നെ ആരാ തയ്യാറാവുക? അപ്പോൾ അതുകൊണ്ട് ജീവിത ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളില്ലാത്ത ആളാണ് എന്നുള്ള നിരാശാബോധം ആദ്യം മാറ്റിക്കളയുക. ഒരിക്കലും അതൊന്നുമല്ല ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. പഠനത്തിലെ മികവ് മാത്രമല്ല ഒരു വ്യക്തിയെ സമൂഹം അംഗീകരിക്കുന്നത്. ഏറ്റവും നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാവുക, മാനുഷിക പരിഗണനയുള്ള ഒരു വ്യക്തിയാവുക, നമ്മൾ എന്തോ വിദ്യ നേടിയോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ബുദ്ധിയും ശക്തിയും മനോഭാവവും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം. ചിലപ്പോൾ നമ്മൾ വിജയത്തിൽ എത്തിച്ചേരാൻ 1-2 മാർക്കിൻ്റെ കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സാം കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ തന്നെ വിലയിരുത്തിയിരിക്കണം. അങ്ങനെ വിലയിരുത്താൻ പറ്റാത്തവരാണ് പെട്ടെന്ന് പരിഭ്രമിച്ചു പോവുകയും പെട്ടെന്ന് അഗാധമായ ദുഃഖത്തിലേക്ക് ആഴ്ന്നു പോവുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമ്മളെ തന്നെ വിലയിരുത്തണം. ഈ പരീക്ഷയിൽ ഞാൻ വിജയിക്കുമോ, ഞാൻ അങ്ങേയറ്റത്തെ മാർക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആ പ്രതീക്ഷയാണ് ആദ്യമേ മാറ്റിവെക്കേണ്ടത്. ഇനി വരുന്നത് വരട്ടെ. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് ആ സാധനം പോയി, പേപ്പർ മാറി, അത് വേറെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മൾ എഴുതിയതിന് മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ തന്നെയാണ് ആ പഠന അല്ലെങ്കിൽ മാർക്കിൻ്റെ കാരണക്കാരൻ. തോൽവി മറ്റാരും സൃഷ്ടിച്ച ഒന്നല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒന്നാണ്. അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിൻ്റെ രീതി ശരിയായിരുന്നില്ല, ഞാൻ എഴുതിയ രീതി ശരിയായില്ല, അതെല്ലാം ഉൾക്കൊണ്ട് ഒരു പാഠം പഠിച്ച് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകാനായി ഉൾക്കരുത്ത് നേടുക, ആത്മവിശ്വാസം വളർത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നിരാശാബോധം ഉണ്ടാക്കി സ്ട്രെസ്സും ടെൻഷനും ഡിപ്രഷനും ഒക്കെ അടിച്ച് ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതിരുന്നിട്ടും ഒരു പ്രയോജനമില്ല. നമ്മുടെ മനസ്സും ശരീരവും എപ്പോഴും കണക്റ്റഡാണ്. മനസ്സിനുണ്ടാകുന്ന പ്രയാസങ്ങൾ ശരീരത്തെ ബാധിക്കും, മറ്റു രോഗങ്ങളിലേക്ക് നമ്മൾ മാറും. നമ്മുടെ ചിന്തകൾ വല്ലാതെ വ്യാകുലപ്പെട്ടു പോകും, നമ്മളെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് തന്നെ കഴിയാതെ വരും. ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആൾക്കാർ നമ്മളുടെ ചുറ്റുമുണ്ട്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ അധ്യാപകർ, എൻ്റെ
സമൂഹം എൻ്റെ ഒപ്പമുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണം. കുറ്റപ്പെടുത്തുന്നവരാരാണേലും കുറ്റപ്പെടുത്തിക്കോട്ടെ, അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാവാം. ഇതൊന്നും അല്ല ജീവിതം. ജീവിതം മുന്നോട്ട് കിടക്കുകയാണ്. ഇനിയും മുന്നോട്ട് എത്രയോ യാത്രകൾ സഞ്ചരിക്കാനുണ്ട്. ആ സമയങ്ങളിലൊക്കെ പലപ്പോഴും പലവട്ടം നമ്മൾ വീണു പോകും. അതിലൊക്കെ നമ്മൾ കരുത്താർജിക്കുക എന്നുള്ളത് നമ്മൾ തന്നെ സ്നേഹിക്കാനായിട്ട് പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ആത്മവിശ്വാസം ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ. നമുക്കൊരു നിശ്ചയദാർഢ്യം ഉണ്ടാവണം. നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാവണം. തോൽവിയൊക്കെ ഉണ്ടാവാം, സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ സ്വയം വേദനിക്കാനോ ഒരു തോൽവി കാരണമാകാൻ എന്നിൽ ഇനിയും അവസരമുണ്ട് എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് വേണ്ടത്. ഈ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ദുഃഖത്തിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള മോശമായ നെഗറ്റീവ് ചിന്തകളെല്ലാം മാറ്റിക്കളയണം. പോസിറ്റീവായ ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയ്ക്കും. അങ്ങനെ നമ്മളുടെ ഈ ചെറിയ സമയം നമ്മളൊന്നും ഹർഡിൽ പോലെ ഒന്ന് ചാടിക്കിടക്കാൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ടെൻഷനും പ്രയാസങ്ങളും എല്ലാം മാറി ഒരു ലക്ഷ്യബോധത്തിലേക്ക് എത്തിച്ചേരുക. ഈ സമയം മാതാപിതാക്കളും കൂടെ ഉണ്ടാവുക, ചേർന്ന് നിൽക്കുക. അച്ഛനും അമ്മയും മക്കളുടെ പഠനത്തിൽ A+ മേടിക്കുന്നവരെ മാത്രമല്ല മക്കളായിട്ട് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ അവരെ മാത്രമല്ല അവർക്ക് വേണ്ടത്. ഒരു ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ, ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കയ്യോ കാലോ ഒക്കെ പോയിട്ട് അവർക്ക് ഒരു ജീവൻ്റെ ഒരു കൊതപ്പ് മാത്രമാണെങ്കിൽ കൂടിയും ആ അമ്മയും അച്ഛനും ആഗ്രഹിക്കുന്നത് എൻ്റെ മകനെയോ അല്ലെങ്കിൽ മകളെയോ തിരിച്ചു കിട്ടണേ ദൈവമേ എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിന് പ്രയാസപ്പെടണം? അങ്ങനെ നമ്മൾ പ്രയാസപ്പെട്ട് പിന്തിരിയാൻ പാടില്ല. എൻ്റെ കൂടെ എൻ്റെ ശക്തിയായി എൻ്റെ മാതാപിതാക്കളുണ്ട്, എൻ്റെ ഗുരുക്കന്മാരുണ്ട് എന്നുള്ള ചിന്തയാണ് ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാക്കേണ്ടത്. ആത്മാർത്ഥതയോടുകൂടിയുള്ള പരിശ്രമമാണ് വേണ്ടത്. തീർച്ചയായും വിജയം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഏവർക്കും സ്വസ്ഥമായൊരു മനസ്സും സമാധാനവും വിജയാശംസകളും നേരുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ. ഏവർക്കും സ്നേഹം.